വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായയാണ് ചൈനാന. ഈ ചൈനാന എനിക്ക് പറഞ്ഞു തന്നത് പ്രവാസിയായിട്ടുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ചൈനാന തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ നോർമലി എങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചായ തയ്യാറാക്കണം. ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പീസ് ഏലക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് തേയില കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് തേയില ചേർക്കാം. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. മുമ്പ് ഞാൻ തയ്യാറാക്കിയ ചായയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഇതും ഇഷ്ടമാവും. നല്ലൊരു സ്ട്രോങ് ടീ ആണിത്. തേയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ സീക്രട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ചായയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചായ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സീക്രട്ടായ പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരു ചായക്ക് ഏകദേശം 3 പുതിനയിലയോളം വേണം. ഞാനിപ്പോൾ ഒരു 7 പുതിനയില ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കലക്കി കൊടുക്കണം നമ്മളിത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിനയില ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി. അത്രയും സമയം കൊണ്ടിട്ട് തന്നെ ഈ പുതിനയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ചായയിലേക്ക് ഇറങ്ങും. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഷുഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള സൂപ്പർ ടീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ കമൻസിനെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.